ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷാനവാസും അതിലും തമ്മിൽ മുട്ടനടിയായിരുന്നു. അത് കഴിഞ്ഞ് അനീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ഷാനവാസ് പറയുകയാണ്, ഇവരെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാണ്, എന്നിട്ട് ഇവരെനിക്ക് പണി തന്ന് ആദിൽ എന്നെ നോമിനേറ്റ് ചെയ്തത് ഞാൻ അറിഞ്ഞെന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ, നീ ഒറ്റക്ക് കളിച്ചാൽ പോരെ, നീ ഗ്രൂപ്പ് ചേരാൻ പോയിട്ടല്ലേ. അപ്പോൾ പറഞ്ഞു, ഇവരുടെ പല കാര്യങ്ങളും എനിക്കറിയാം, ഞാനിപ്പോൾ പറയുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നത്, എനിക്കൊന്നും കേൾക്കണ്ട, നീ അവരുടെ സെറ്റ് ചേർന്ന് നിന്നത് കൊണ്ടാണ് നിനക്ക് പണി കിട്ടിയത്. പറഞ്ഞ്, ഞാൻ ഓരോ പ്രശ്നത്തിനും അവരുടെ ഇതിൽ മറ്റുള്ളവരുമായിട്ട് കയറി വഴക്കിട്ടിട്ടുണ്ട്, പക്ഷേ അവരെന്നെ കൊണ്ട് മുതലെടുക്കുമായിരുന്നു. ഇപ്പോഴും അക്ബറിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഓടി എന്നെ വന്ന് വിളിക്കുവാണ്, ഒന്നും അറിയാത്ത പോലെ എന്നെ നോമിനേറ്റ് ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ ചെന്ന് അക്ബറിനോട് ചോദിച്ചു, എന്നിട്ട് എനിക്കിട്ട് പണി തന്ന് എന്നെ നോമിനേറ്റ് ചെയ്തത് ഞാൻ അറിയത്തില്ലെന്നാണ് അവർ ഓർത്തത്. ഇനി അവരുമായിട്ട് യാതൊരുവിധ ബന്ധവും ഉണ്ടാവത്തില്ല, കാരണം അവർ പറ്റിക്കുകയായിരുന്നു. അനീഷ് പറയുന്നത്, ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്തു, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്യും, പലതും പറയും, അത് ആ നിമിഷം തീരും. ഇവരങ്ങനെയല്ല, ചിരിച്ചുകൊണ്ട് ഒന്നും അറിയാത്ത പോലാണ് എനിക്ക് പണി തന്നത്. ഇപ്പം ചോദിച്ചപ്പോൾ തന്നെ അതിലത് സമ്മതിക്കുന്നില്ല. എനിക്കത് ഒരുപാട് വിഷമമായിപ്പോയി എന്നെ നോമിനേറ്റ് ചെയ്തത്. ഞാൻ അത്ര മോശമായിരുന്നെങ്കിൽ ഇവരെന്തിനാണ് എന്നെ കൂട്ടുപിടിച്ചത്, എന്നെ ആങ്ങളെയായിട്ട് കണ്ടത് എന്തിനാണ്, അപ്പോൾ ഇവരുടെ അഭിനയമല്ലായിരുന്ന എന്നും പറഞ്ഞ് ഷാനവാസ് വളരെ ഇമോഷണലായിട്ടാണ് അനീഷിനോട് പറയുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത്, നീ ഇനി ഒറ്റയ്ക്ക് കളിക്കാൻ നോക്ക്, നീ ആർക്കും ഒരു സപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട, നീ നിൻ്റെ കാര്യം നോക്ക് എന്ന് ഷാനവാസിനോട് അനീഷ് ഉപദേശിക്കുകയാണ്. അപ്പം ഷാനവാസ് പറയുന്നത്, ഇനി ഞാൻ അങ്ങനെയാണ് മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്, എന്തായാലും എനിക്ക് ഈ പണി തന്നതിന് ഞാൻ തിരിച്ച് പണി കൊടുക്കുന്നുണ്ടെന്ന് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.